ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ സെക്കൻഡ് വോളിയം ടെക്സ്റ്റ് ബുക്കിലുള്ള 5ാമത്തെ ലെസൺ ഇലക്ട്രോ കെമിസ്ട്രി, അതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഇലക്ട്രോലിറ്റിക് സെൽസ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനൊരു ഫിഗർ കാണാൻ പറ്റും, ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളെന്ന് നോക്കിയാൽ നമുക്കറിയാം. ഒരു ബീക്കർ കാണാം, അതിലൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനിൽ 2 ഇലക്ട്രോഡ്സ് കാണാൻ പറ്റും. ഈ 2 ഇലക്ട്രോഡ്സിനെയും ഒരു ബാറ്ററി വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ അറേഞ്ച്മെൻറ്റിൽ കാണാം. ഇതാണ് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇവിടെ വെച്ചിരിക്കുന്ന സൊല്യൂഷൻ, അതിലേക്ക് ഇലക്ട്രിസിറ്റി എത്തുന്ന സമയത്ത് ആ സൊല്യൂഷനിൽ കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. അതാണ് ഈ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ. ഇനി ഈ ഇലക്ട്രിക് സോഴ്സ്, പുറത്തുള്ള ഈ ബാറ്ററിയിലെ ഇലക്ട്രിക് സോഴ്സ് ഇലക്ട്രോലൈറ്റിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് ഇലക്ട്രോഡ്സ് ചെയ്യുന്നത്. ഇലക്ട്രോഡ്സാണ് ഇവിടെ ആനോഡും കാഥോഡും. ആനോഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. കാഥോഡ് എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം. ഇനി ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ആ വെച്ചിരിക്കുന്ന സൊല്യൂഷനിൽ കെമിക്കൽ ചേഞ്ച് നടക്കും. നമ്മൾ ഈ എക്സാമ്പിളിൽ കാണുന്നത് വാട്ടറിൻ്റെ ആണ്. വാട്ടറാണ് ഇവിടെ വെച്ചിരിക്കുന്ന സൊല്യൂഷൻ. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് വാട്ടറിനാണ് ഇവിടെ കെമിക്കൽ ചേഞ്ച് നടക്കുന്നത്. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ സെക്കൻഡ് വോളിയം ടെക്സ്റ്റ് ബുക്കിലുള്ള 5ാമത്തെ ലെസൺ ഇലക്ട്രോ കെമിസ്ട്രി, അതിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇലക്ട്രോലിറ്റിക് സെൽസ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഇതൊരു ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒരു ബീക്കറുണ്ട്, ഒരു സൊല്യൂഷൻ, 2 ഇലക്ട്രോഡ്സ്, പിന്നെ ഒരു ബാറ്ററിയുമായിട്ട് ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രോഡ്സ് ഒന്നിനെ പറയുന്നത് ആനോഡ് എന്നും രണ്ടാമത്തേനെ കാഥോഡ് എന്നുമാണ് വിളിക്കുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിൻ്റെ പേരാണ് ആനോഡ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ഇനി ഇലക്ട്രോഡ്സിൻ്റെ ജോലി എന്താണ് ഇവിടെ? ഈ ഔട്ടർ സോഴ്സിലുള്ള ഇലക്ട്രിസിറ്റിയെ നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്തിക്കലാണ് ഇലക്ട്രോഡ്സിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സൊല്യൂഷൻ? ഇലക്ട്രോലൈറ്റ് എന്നാണ് നമ്മൾ ഇവിടെ സൊല്യൂഷനെ പറയാറുള്ളത്. ഇവിടെ വെച്ചിരിക്കുന്ന സൊല്യൂഷൻ, നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്ന സൊല്യൂഷൻ വാട്ടറാണ്. ഏത് സൊല്യൂഷനിലാണോ നമുക്ക് കെമിക്കൽ ചേഞ്ച് വരുത്തേണ്ടത് ആ സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വെക്കുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് വേണം, 2 ഇലക്ട്രോഡ്സ് വേണം. ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് ഈ ഇലക്ട്രോലൈറ്റിനും ഇലക്ട്രോഡ്സിനൊക്കെ നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താ പറയുക? ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ എക്വസ് സൊല്യൂഷൻ ആൻഡ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച്. ഇലക്ട്രിസിറ്റി കിട്ടിക്കഴിയുമ്പോൾ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്ന സബ്സ്റ്റൻസാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടറാണ് വെച്ചിരിക്കുന്നതെങ്കിൽ വാട്ടറാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റിലേക്ക് ഇലക്ട്രോഡ്സ് വഴി കറണ്ട് എത്തുന്ന സമയത്ത് വാട്ടറിന് ഡീകമ്പോസിഷൻ സംഭവിക്കും. അതാണ് ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇലക്ട്രോലൈറ്റ് നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻ. ഇവിടെ നടക്കുന്ന ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര്, പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോളിസിസ് എന്നാണ്. അപ്പോൾ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഇലക്ട്രോളിസിസ്. അപ്പോൾ ഇലക്ട്രോളിസിസിന് നമുക്കൊരു ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഇലക്ട്രോളിസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് an electrolyte undergo chemical changes when electricity is passed through it. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രോലൈറ്റിന് കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഇലക്ട്രോളിസിസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രോലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കിട്ടുമ്പോൾ ഇലക്ട്രോലൈറ്റിന് കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. ആ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കിവിടെ മറ്റൊരു ഫിഗർ കാണാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 5-7 ഇതുപോലെ കാണാൻ പറ്റും. ഫിഗർ 5-7ലും നമുക്ക് ഇതേപോലെയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. ഒരു ബീക്കറാണ്, കാഥോഡുണ്ട്, ആനോഡുണ്ട്. ആനോഡ് പോസിറ്റീവാണ്, കാഥോഡ് നെഗറ്റീവാണ്. ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇനി ഇലക്ട്രിസിറ്റി തട്ടുന്ന സമയത്ത് ആ സൊല്യൂഷനിൽ അയോൺസ് ഉണ്ടാവുന്നുണ്ട്. അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ലിക്വിഡ് സ്റ്റേറ്റിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന അയോൺസ് ആയിട്ട് മാറുന്നുണ്ട് നമ്മുടെ സൊല്യൂഷനിലുള്ള അയോൺസ്.
ഈ അയോൺസ് ആണ് ഇവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാക്കുന്നത്. ഇനി ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ അയോൺസ് എങ്ങനെയാണ് അവർ ഡീകമ്പോസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് വാട്ടറിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ വാട്ടറിൽ എന്ത് ചേഞ്ചാണ് നടക്കുന്നത്? ഈ ഒരു ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും വാട്ടറിൽ ഡീകമ്പോസിഷൻ എങ്ങനെ സംഭവിക്കുന്നു. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ടെസ്റ്റ് ട്യൂബ്സ്. വാട്ടറിൽ ഇതേപോലെ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. എന്നിട്ട് ഗ്യാസ് വാട്ടർ എന്തൊക്കെയായിട്ടാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? എന്തായിട്ടാണ് വാട്ടർ ഡീകമ്പോസ് ചെയ്യുക? ഏതൊക്കെ ഗ്യാസസ് ആയിട്ടാണ്? ഹൈഡ്രജൻ. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ടെസ്റ്റ് ട്യൂബ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ഏതൊക്കെ ഗ്യാസാണ്? ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി കാഥോഡ്, ഓക്സിജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി ആനോഡ്. അപ്പോൾ കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ആനോഡിൽ ഓക്സിജൻ ഗ്യാസുമാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി കെമിക്കൽ ഇക്വേഷൻ ചോദിക്കുന്നുണ്ട്. വാട്ടർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 2H2O gives 2H2 + O2. ഈ രീതിയിലാണ് അവിടെ കെമിക്കൽ ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്, വാട്ടറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ടറാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സ് നടന്നു ശേഷം നമുക്ക് കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ആനോഡിൽ ഓക്സിജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇതാണ് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്.